ലേക്ക് സ്വാഗതം. മലയാള സിനിമയുടെ ചരിത്രത്തിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഡയറക്ടർ ആര് എന്ന് ചോദിച്ചാൽ അത് ഹരിഹരൻ സാർ തന്നെയാണ്. ഹരിഹരൻ സാറിൻ്റെ പേര് പറയുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ മറ്റ് രണ്ട് പേരുടെയും കൂടെ പേര് എപ്പോഴും മനസ്സിൽ വരും. ഒന്ന് MT വാസുദേവൻ നായരാണ്, 3 മമ്മൂട്ടിയാണ്. അപ്പോൾ ഒരു കാസ്റ്റിംഗ് കോളാണ് വന്നിരിക്കുന്നത്. കാവ്യ ഫിലിംസിൻ്റെ ബാനറിൽ ഹരിഹരൻ മൂവി വരാൻ പോകുന്നു എന്നുള്ളതാണ്. അതിനുള്ള ഒരു കാസ്റ്റിംഗ് കോള് കാവ്യ ഫിലിംസിൻ്റെ അതിലേക്ക് മെയിലൊക്കെ അയച്ചു കഴിഞ്ഞാൽ അവർക്ക് അവസരമുണ്ട്. 25-നും 35-നും ഏജിന് മധ്യയുള്ള ആളുകളാണ്. ലേഡീസ് ആണെങ്കിൽ 20-നും 30-നും ഇടയിലാണ്. അപ്പം ആ ഒരു ഇത് സ്ക്രീൻഷോട്ടുകൾ നമ്മൾ ഇടുന്നുണ്ട്. നമ്മൾ ഒരു ചാൻസ് കിട്ടാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്യാം. നമ്മളെപ്പോലെ ഒരുപാട് പേര് സിനിമയ്ക്ക് പുറകെ നടക്കുന്നവരൊന്നും നിങ്ങളിലും ഉണ്ടെന്നറിയാം. അപ്പോൾ ഒന്ന് അത് ചെയ്യാം. നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം വേറെ ഒന്നുമല്ല, ഹരിഹരൻ്റെ അല്ലെങ്കിൽ ഹരിഹരൻ സാറിൻ്റെ ഒരു മൂവി വരുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ആദ്യ മുഖം മമ്മൂട്ടി ആണ് എന്നുള്ളതാണ്. തീർച്ചയായും മലയാളത്തിലെ ബിഗ് ഗംസ് മമ്മൂട്ടിയോ മോഹൻലാലോ ആയിരിക്കും ഈ സിനിമയിൽ എന്നുള്ളതാണ് ഇതുവരെ കിട്ടിയ അഭ്യൂഹങ്ങളിൽ, ഡീറ്റെയിൽസ് അല്ല, അഭ്യൂഹങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്താണേലും ഹരിഹരൻ MT കൂട്ടുകെട്ടിലാണ് സിനിമ വരുന്നതെങ്കിൽ തീർച്ചയായും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് മമ്മൂട്ടി ആയിരിക്കും എന്നുള്ളതാണ്. ഒരുപാട് നാളുകളായി നമ്മൾ പല പ്രാവശ്യം ഇതേപോലെയുള്ള വീഡിയോകൾ ചെയ്തിരുന്നു. അതിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശം എന്ത് എന്ന് വെച്ചാൽ അത് മമ്മൂട്ടിയിലേക്ക് അല്ലെങ്കിൽ മമ്മൂക്കയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തപ്പോഴും പറഞ്ഞു, എനിക്കൊരു വീഡിയോ ചെയ്യാനുണ്ട്. നിങ്ങൾ ആ ഒരു വീഡിയോയെക്കുറിച്ച് ഞാൻ ഉദ്ദേശിക്കുന്നത് മമ്മൂക്കയിലേക്ക് എത്തിക്കുക. അദ്ദേഹം ഒരു സിനിമ ചെയ്യണം. ആ സിനിമ എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി സിനിമകൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളുടെ മനസ്സിലുള്ള ഒരു സിനിമയുണ്ട്. ഒരുപക്ഷെ എൻ്റെ മാത്രമല്ല, ഒരുപാട് പ്രേക്ഷകരുടെ, മമ്മൂട്ടി ആരാധകരെന്നോ അല്ലെങ്കിൽ മമ്മൂട്ടി ആരാധകരല്ലാത്തവരെന്നൊന്നുമല്ല, മലയാളികളുടെ അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന നടനെ അറിയുന്നവരുടെ മനസ്സിലുള്ള ഒരു കാര്യമുണ്ട്. MT ഹരിഹരൻ മമ്മൂട്ടി കൂട്ടുകെട്ടിൽ വീണ്ടും ഒരു സിനിമ കൂടി വരണം, ഒരു ഗുരുദക്ഷിണ പോലെ ഒരു സിനിമ വരണം എന്നുള്ളതാണ്. എന്താണേലും അത് നമ്മൾ ഇവിടെ ഒരു ആവശ്യമായി ഉന്നയിക്കുകയാണ്. ഈ വീഡിയോ എങ്ങനെയെങ്കിലും മമ്മൂക്കയിലേക്ക് എത്തണം എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ആഗ്രഹം. കാരണം അദ്ദേഹം ഈ ഒരു ആഗ്രഹം നമുക്ക് നിറവേറ്റി തരണം. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ കഴിഞ്ഞ 4-5 വർഷമായി മമ്മൂക്ക നമുക്ക് തന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതേപോലെ പ്രേക്ഷകരായ നമ്മളുടെ ഒരു ആവശ്യമാണ്. എന്തായാലും ഇവിടെ ഈ ഒരു കാര്യം പറയാൻ വന്നത് ഹരിഹരൻ സാറിൻ്റെ ഒരു മൂവി അനൗൺസ്മെൻറ്റിലാണ്. എന്തായാലും മലയാളത്തിലെ ബിഗ് ഗംസിൽ ആരെങ്കിലും ഒരാളായിരിക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ കേൾക്കുമ്പോൾ ഒരു പ്രതീക്ഷ കൂടി, അത് MT സാർ ആയിരിക്കണം അതിൻ്റെ തിരക്കഥ എന്നുള്ളത്. ഇതുപോലെ നമ്മൾ കണ്ട സിനിമകൾ, അതായത് പഴശ്ശിരാജയാണെങ്കിലും അല്ലെങ്കിൽ വടക്കൻ വീരഗാഥയാണെങ്കിലും നമുക്കൊരു കാര്യം പറയാം, ഇതേപോലെ ചരിത്ര സിനിമകൾ ചെയ്യണമെങ്കിൽ, അമ്മാതിരി ഒരു ബിഗ് ക്യാൻവാസിൽ ചെയ്യണമെങ്കിൽ മലയാളത്തിൽ എത്ര മികച്ച സംവിധായകരും ടെക്നീഷ്യൻസും ഉണ്ടെങ്കിൽ അതിൻ്റെ അമരത്ത് നിൽക്കുന്ന ആളാണ് നമ്മളുടെ ഹരിഹരൻ സാർ. ഒപ്പം MT സാറിൻ്റെ തിരക്കഥ കൂടി അല്ലെങ്കിൽ കഥയും തിരക്കഥയും വരുമ്പോൾ അത് ഞെട്ടിക്കും. ഒപ്പം മമ്മൂട്ടി എന്ന അഭിനേതാവ് കൂടി വരുമ്പോൾ, ഞാനൊരിക്കലും സൂപ്പർ താരമെന്നോ അല്ലെങ്കിൽ മെഗാ താരമെന്നോ പറയില്ല, അഭിനേതാവ് കൂടി വരുമ്പോൾ ഒരു കാര്യം നമുക്ക് പറയാം, MTയുടെ മനസ്സിൽ കണ്ടിരുന്ന കഥ എന്തോ, ക്യാരക്ടർ എന്തോ, അത് ഒപ്പിയെടുക്കുന്ന വ്യക്തിയായിരിക്കും മമ്മൂട്ടി എന്നുള്ളത്. അതേപോലെ തന്നെ മമ്മൂട്ടി എന്ന നടനെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുന്ന കഥയും അല്ലെങ്കിൽ തിരക്കഥാകൃത്തും അല്ലെങ്കിൽ കഥാകൃത്തും സംവിധായകനുമാണ് ഈ ഒപ്പം നിൽക്കുന്നത്. തീർച്ചയായും നമ്മളത് പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും മമ്മൂക്ക ഒരാവശ്യം, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരു ചരിത്ര സിനിമ ചെയ്തു തരണം. അത് ഗുരുദക്ഷിണ പോലെ MT സാറിൻ്റെയും ഹരിഹരൻ സാറിൻ്റെയും ഒപ്പം വേണമെന്നുള്ള നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. തീർച്ചയായും പ്രേക്ഷകർ, ഗ്രേറ്റ് മീഡിയാസ്.